യേശു ശുശ്രൂഷക്കാരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് യേശു പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. വീഞ്ഞായി തീർന്ന വെള്ളത്തെ വീഞ്ഞാക്കിയ യേശു. ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ള വിഷയം. എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. അത് എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 24-ാം വാക്കിലാണ്. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. നമ്മുടെ അകത്ത് ഉള്ള മനുഷ്യൻ, അത് പച്ചവെള്ളം. അവിടെ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ ജീവൻ, ആത്മാവ് തരാൻ സ്വർഗം തയ്യാറാണ്. എന്തിന്? നമ്മളവന് സാക്ഷികളാക്കുവാൻ, സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ഇന്ന് കാണുന്ന സകല സാമൂഹിക, മാനുഷിക, കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ വെള്ളം വീഞ്ഞായ മതി. പക്ഷെ ആരുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കുക? അവരുടെ പക്കൽ അവൻ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അവരവനെ വിശ്വസിച്ചു, പക്ഷെ അവൻ വിശ്വസിച്ചില്ല. കാരണം ഇന്ന് വിശ്വസിച്ചവൻ നാളെ മാറ്റി പറയുമെന്ന് അവനറിയാം. ഇന്ന് ജയ് വിളിച്ചവൻ നാളെ പേടിച്ചു മാറുമെന്ന് അവനറിയാം. മനുഷ്യരാലുള്ള ബഹുമാനത്തെ ദൈവത്താലുള്ള ബഹുമാനത്തെക്കാൾ വലുതായി കാണുന്നത് കൊണ്ട് അവർ പിന്മാറിപ്പോകും എന്നവനറിയാം. യേശുവും ശിഷ്യന്മാരും കൂടെ വഞ്ചിയിൽ പോകുന്നു. വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു, തിരമാലകൾ പൊങ്ങുന്നു. യേശു കിടന്നുറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് അങ്ങേക്ക് വിചാരമില്ലയോ? യേശു പറഞ്ഞു, എനിക്ക് വിചാരമുണ്ട്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ദൈവപുത്രനായ ഞാൻ ഈ വഞ്ചിയിൽ കിടന്നുറങ്ങിയത്. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ടല്ലേ എന്നെ വിളിച്ചുണർത്തിയതും ഈ ഭയപ്പെട്ടതും. അവനൊന്നും മിണ്ടിയില്ലെങ്കിലും ഒരു വിശ്വാസം വേണം. വീണ്ടും ജനിച്ച മനുഷ്യൻ, കർത്താവിൽ വിശ്വസിച്ചവൻ, ആ ഒരു മിന്നാമിനിങ്ങിൻ്റെ അത്രയും വെട്ടമെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ആ വെളിച്ചം നിന്നോട് പറയണം. അപ്പന് മക്കളോടെന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ ഉപേക്ഷിക്കുകയില്ല. യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കും. മനുഷ്യൻ നോക്കുകയില്ല. മനുഷ്യൻ നോക്കാത്തത് കൊണ്ടും മാനുഷിക ബന്ധങ്ങളുടെ നിലവാരം വെച്ചും നമ്മൾ ദൈവത്തെ അളക്കുക. അതുകൊണ്ടാണ് പിന്മാറിപ്പോയവന് മടങ്ങി വരാൻ മടി തോന്നുന്നത്. പക്ഷെ ഒരുത്തൻ മടങ്ങി വന്നു. വലിയ വിശപ്പ് സഹിക്കാൻ വയ്യ. അതിനേക്കാൾ വലിയ സങ്കടം അവന് എൻ്റെ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. എൻ്റെ അപ്പൻ വേലക്കാരോട് ഇടപെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വസ്ത്രധാരണവും അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യവും അവരുടെ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ പുത്രനിവിടെ പന്നിയുടെ തീറ്റ പോലും കിട്ടാതെ അപമാനിക്കപ്പെട്ട് കഴിയുന്നു. ആ വിശപ്പും ആ നിന്നയും ആ സങ്കടവും അവന് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ധൈര്യം കൊടുക്കുകയാണ്. അവൻ്റെ ഓഹരിയിൽ അവിടെ നിന്ന് മേടിച്ചതല്ലേ. വഴക്ക് പറയാനൊരു ചേട്ടനുണ്ടെന്ന് അറിഞ്ഞൂടെ? പരിഹസിക്കാൻ നാട്ടുകാരുണ്ടെന്ന് അറിഞ്ഞൂടെ? ആരെങ്കിലും ചോദിച്ചാലോ നിനക്ക് ഉള്ളതെല്ലാം മേടിച്ചല്ലേ, നീ പോയതല്ലേ, പിന്നെ എന്തിനു വന്നെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവൻ ധൈര്യത്തോടെ പറയും, എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ഓഹരി ഇപ്പോഴും എനിക്കുണ്ട്. കാരണം ഞാൻ മകനാണ്, ഞാൻ പുത്രനാണ്, ഞാൻ അവൻ്റെ സൃഷ്ടിയാണ്. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരു തരം, എ കൈൻഡ് ഓഫ് ആദ്യ ഫലം ആകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി തൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആ പദവി എന്താണ്? ഒന്ന്, ദൈവം നമ്മളെ വിശ്വസിക്കുന്നു. 2, അവൻ്റെ ഹൃദയത്തിൽ നമുക്ക് മാറാത്ത ഒരു സ്ഥാനമുണ്ട്. അത് ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം. അപ്പാന്ന് വിളിക്കേണ്ടവർക്ക് അപ്പാന്ന് വിളിക്കാം. വിളിക്കുന്നവൻ്റെ മനോനിലയാണ് വിഷയം. അപ്പോൾ വിളിക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടും? വെള്ളം വീഞ്ഞായി മാറണം. വെള്ളത്തെ വീഞ്ഞാക്കുക. കല്യാണ വീട്ടിലൊരു കുറവ് വന്നു. എത്രയോ കല്യാണ വീട്ടുകളിൽ അടി നടന്നിരിക്കുന്നു, ബഹളം നടന്നിരിക്കുന്നു, കല്യാണം മുടങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ കല്യാണ വീട്ടിലെ കുറവ് തീർക്കുക എന്നുള്ളതായിരുന്നില്ല കർത്താവിൻ്റെ വിഷയം. തീർച്ചയായിട്ടും അത് ചെയ്തു. അമ്മ വന്ന് പറഞ്ഞു, അത് ചെയ്തു. യേശു ഉള്ളിടത്ത് പരിഹാരമുണ്ട്. നിന്ന വരികയില, മാനമുണ്ട്. യേശുവിനെ വിളിച്ചാൽ കർത്താവ് പരിഹരിക്കുമെന്നൊരു ഉറപ്പതിലുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അവിടുത്തെ വിഷയം അതാണോ? പരിഹരിക്കാനാണെങ്കിൽ
അകത്തെ മുറിയിൽ, കലവറയിൽ, തുരുത്തിയിൽ, വീഞ്ഞു തീർന്ന തുരുത്തിയിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞാൽ പോരെ? അതിന് പകരം പുറത്തിരിക്കുന്ന യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന കൽപ്പരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞതിൽ എന്തോ ഒരു അർത്ഥമില്ലേ? അപ്പം ഇത് മനസ്സിലാക്കാതെ വെള്ളത്തെ വീഞ്ഞാക്കി. നമുക്ക് സന്തോഷിക്കാം, തിന്നുക, കുടിക്കുക, നാം മരിക്കുമല്ലോ. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. പലരുടെയും കെട്ടുപോയില്ലേ? ആത്മീയം ഉപജീവനത്തിന് മാത്രമായി കണ്ടത് കൊണ്ട് എന്ത് പറ്റി? വീഞ്ഞിനെ മാത്രമേ കണ്ടുള്ളൂ. വെള്ളത്തെ വീഞ്ഞാക്കിയവനെ അന്വേഷിച്ചില്ല. അത് അന്വേഷിച്ചവരുണ്ട്. അവർ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം തിരുവെഴുത്തും അവൻ പറഞ്ഞ വചനവും വിശ്വസിച്ചു. കൊണ്ട് എഴുതപ്പെട്ട വചനമുണ്ട്, തിരുവെഴുത്തുണ്ട്, അവൻ പറഞ്ഞതുണ്ട്. എഴുതപ്പെട്ടതുണ്ട്, ഹൃദയമെന്ന കൽപ്പലകയിൽ പറയപ്പെട്ടതുണ്ട്. ആ പറയപ്പെട്ടതിനെ എഴുതപ്പെട്ടതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. യേശു കർത്താവ് അവരോട് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. ശുദ്ധീകരണത്തിനുള്ളതാണ്. നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഇത് നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്ത് തുടങ്ങി കൽപ്പരണകളിൽ വെള്ളം നിറച്ചു. കാലെഴുക്കായപ്പോൾ വീണ്ടും കഴുകി, വീണ്ടും വെള്ളം നിറച്ചു. കൈ മലിനമായപ്പോൾ കൈ കഴുകി, വീണ്ടും വെള്ളം നിറച്ചു. കുടുംബാംഗങ്ങളുടെ വിഷയം വന്നു, വെള്ളം കോരി അവരെ കഴുകി, വീണ്ടും വെള്ളം കോരി കഴിച്ചുകൊണ്ടിരിക്കുക. നിറയുന്നില്ലത്. ചിലർക്ക് 10 വർഷം എടുത്തു, ചിലർക്ക് 1 വർഷം എടുത്തുള്ളൂ. പക്ഷെ വക്ക് വരെ നിറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ടായിരുന്നു. വക്ക് വരെ നിറഞ്ഞാൽ മതിയായിരുന്നു. വക്ക് വരെ നിറഞ്ഞു, വെള്ളം വീഞ്ഞായി. ജോസഫിനെ സഹോദരന്മാർ പിടിച്ചു, ഒരു കുഴിയിലിട്ടു. വെള്ളമില്ലാത്ത പൊട്ടക്കുഴി. വിളിയുള്ളവന് ഒരു ദൂതുമില്ലാത്ത, ഒരു ദൈവബന്ധമില്ലാത്ത ചില നാളുകൾ ദൈവം കൊടുക്കും. വെള്ളമില്ലാത്ത പൊട്ടക്കുഴികൾ. പക്ഷെ ദൈവം അതിശയവാനാണ്. മരുഭൂമിയിൽ മന്ന പൊഴിച്ചവൻ, ഉറവുകളെ പുറപ്പെടുവിച്ചവൻ, നിർജ്ജല സ്ഥലത്ത് നദികളെ പുറപ്പെടുവിച്ചവൻ. അവനറിയാം വെള്ളം ഉള്ളിടത്ത് കിടന്നവനേക്കാൾ ഇവൻ ഗുണപ്പെടുന്നു. പിന്നീട് അവിടുന്ന് വലിച്ചു കയറ്റി, ജോസഫിനെ വലിച്ചു കയറ്റി. യഹൂദ പറഞ്ഞു, നമ്മുടെ സഹോദരനല്ലേ, നമ്മുടെ രക്തമല്ലേ, നമ്മുടെ മാംസമല്ലേ. കണ്ടോ എന്തൊക്കെയാ പറയുന്നത്? സഹോദരനാണ്, രക്തമാണ്, മാംസമാണ്. എന്നാ വിറ്റ് കളയാം. എടാ, രക്തമല്ലേ, മാംസമല്ലേ, സഹോദരനല്ലേ, വീട്ടിൽ കൊണ്ടുപോയാ അല്ല, വിറ്റ് കളയാം. ഇതുകൊണ്ട് എല്ലാ പഞ്ചാര വാക്കും പറഞ്ഞ് നമ്മളെ അങ്ങ് മുതലാക്കി വിറ്റ് കളഞ്ഞു. ഇപ്പം എവിടെയാ? അന്യദേശത്ത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ സഹോദരന്മാർ തമ്മിൽ പറഞ്ഞു, അവൻ അന്ന് നമ്മളോട് കെഞ്ചി നിലവിളിച്ചപ്പോൾ നമ്മൾ അവനെ ശ്രദ്ധിച്ചില്ലല്ലോ. ഇവരെന്തൊക്കെ പറഞ്ഞു കാണും? ചേട്ടാ, എന്നെ വിടല്ലേ ചേട്ടാ, ഞാൻ ഒരു ദോഷവും ചെയ്യത്തില്ല, ഞാൻ ചെയ്തെല്ലാം ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ എല്ലാം ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകണം, എനിക്ക് എൻ്റെ അപ്പനെ കാണണം, നിങ്ങൾ എന്നെ വിറ്റുകളയല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഈ ചെറുപ്പക്കാരൻ 10 എണ്ണം. ഒരു ദയം തോന്നിയില്ല. 10 എന്ന് പറയുന്ന നമ്പർ തന്നെ ഒരു ദയം തോന്നത്തില്ല. അതൊരു പ്രമാണത്തിൻ്റെ നമ്പറാണ്. അവിടെ ദയയില്ല, ചട്ടമാണ്. സഹോദരാന്ന് വിളിക്കും, സ്വന്തം അസ്ഥിയല്ലേ എന്ന് പറയും, സ്വന്തം മാംസമല്ലേ എന്ന് പറയും. പക്ഷെ അത് വിറ്റ് കളയും. ഇവിടെ പുറത്തിരിക്കുന്ന കൽഭരണികൾ, അതിൽ വെള്ളം നിറയ്ക്കണം. അപ്പം അകത്തെ പ്രശ്നം മാറണമെങ്കിൽ, അകത്തെ തുരുത്തി നിറയണമെങ്കിൽ പുറത്തെ തുരുത്തിയിൽ വെള്ളം നിറയ്ക്കണം. ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അത് ആത്മാവിലുള്ള നടപ്പാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്: പുറത്തെ കൽഭരണിയിൽ വെള്ളം നിറപ്പിൻ. അത് ചെയ്താൽ നസ്രായൻ അടുത്തത് ചെയ്തോളൂ. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ജീവൻ നിങ്ങളെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകും. മോശെ ജനത്തെ മിസ്രയീമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഫറവോന്റെ അടിമത്തം, അവിടുത്തെ കഷ്ടപ്പാടിൽ നിന്ന് ജനത്തിനൊരു സ്വസ്ഥത കൊടുത്തു. യോശുവ ജനത്തെ മരുഭൂമിയിൽ നിന്ന് കാനാൻ ദേശത്ത് കൊണ്ടുവന്ന് യുദ്ധം തീർത്തു, ജനത്തിന് സ്വസ്ഥത കൊടുത്തു. എങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജനം സ്വസ്ഥതയിലേക്ക് കടന്നില്ല. ഇവിടെ ഇതാ യേശു കർത്താവ് ദൈവജനത്തിൻ്റെ യഥാർത്ഥ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നു. അത് വചനത്താലുള്ള സ്വസ്ഥതയാണ്. പ്രാകാരത്തിൽ നിന്ന് മനുഷ്യൻ പരിശുദ്ധ സ്ഥലത്ത് വന്നു. പുരോഹിതന്മാർ എല്ലാ ദിവസവും പരിശുദ്ധ സ്ഥലത്ത് കയറി. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് വന്നു. ബാക്കി ജനമെല്ലാം പുറത്ത് കാഴ്ചക്കാരായി നിന്നു. ഇപ്പോഴിതാ
പരിശുദ്ധ സ്ഥലം അകത്ത് വന്നു. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്, യേശു കർത്താവിൻ്റെ ആത്മാവ് അരുളപ്പാടിനാൽ നമ്മുടെ അകത്ത് വന്നു. നമ്മളായി മന്ദിരം, നമ്മൾ ചെല്ലുന്നിടത്ത് മന്ദിരം, നമ്മൾ പറയുന്നത് ദൈവവചനം. യഥാർത്ഥ സ്വസ്ഥത, ആത്മാവിൻ്റെ സ്വസ്ഥത, ദൈവം തരുന്ന സ്വസ്ഥത, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും, പ്രാകാരത്തിലും പരിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും വചനത്താലുള്ള വിടുതൽ, അനുഗ്രഹം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിപ്പാൻ, ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, അത്ഭുതകരമായൊരു മുന്നേറ്റം ഉണ്ടാകുവാൻ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.